തീരാത്ത ദുഃഖങ്ങളാലേ നീറുന്ന മർത്യന്റെ മാനസമെന്നും പ്രത്യാശയറ്റങ്ങു ഹൃത്തടം നൊന്താൽ മുക്തിയില്ലാത്തൊരു ഗർത്തമാണന്ത്യം. തീരാത്ത ദുഃഖങ്ങളാലേ നീറുന്ന മർത്യന്റെ മാനസമെന്നും പ്രത്യാശയറ്റങ്ങു ഹൃത്തടം നൊന്താൽ മുക്തിയില്ലാത്തൊരു ഗർത്തമാണന്ത്യം. മാലോകരെ നിങ്ങൾ മേലോട്ടു നോക്കൂ, കാൽവരി കുന്നിൽ സർവേശപുത്രൻ. മാലോകരെ നിങ്ങൾ മേലോട്ടു നോക്കൂ, കാൽവരി കുന്നിൽ സർവേശപുത്രൻ. സർവം ത്യജിച്ചിതാ ക്രൂശിൽ കിടപ്പൂ, സർവപാപങ്ങളും തോളിലേന്തി. സർവം ത്യജിച്ചിതാ ക്രൂശിൽ കിടപ്പൂ, സർവപാപങ്ങളും തോളിലേന്തി. തീരാത്ത ദുഃഖങ്ങളാലേ നീറുന്ന മർത്യന്റെ മാനസമെന്നും പ്രത്യാശയറ്റങ്ങു ഹൃത്തടം നൊന്താൽ മുക്തിയില്ലാത്തൊരു ഗർത്തമാണന്ത്യം. ക്ലേശം സഹിച്ചു താൻ ആമോദമേകി, മരണം വരിച്ചു തൻ ജീവൻ പകർന്നു. ക്ലേശം സഹിച്ചു താൻ ആമോദമേകി, മരണം വരിച്ചു തൻ ജീവൻ പകർന്നു. ക്രൂശുകൾ പ്രത്യാശ ചിഹ്നങ്ങളായി, ക്രൂശിതൻ സർവത്ര സംപൂജ്യനായി. ക്രൂശുകൾ പ്രത്യാശ ചിഹ്നങ്ങളായി, ക്രൂശിതൻ സർവത്ര സംപൂജ്യനായി. തീരാത്ത ദുഃഖങ്ങളാലേ നീറുന്ന മർത്യന്റെ മാനസമെന്നും പ്രത്യാശയറ്റങ്ങു ഹൃത്തടം നൊന്താൽ മുക്തിയില്ലാത്തൊരു ഗർത്തമാണന്ത്യം. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോൽ. എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക
പ്രകാശധാര തൂകി നീ നയിക്കുക. ഏറെ ദൂരെയുള്ള നല്ല കാഴ്ച കാണുവാനല്ല എൻ്റെ അർത്ഥനകൾ നിൻവരത്തിനായി. എൻ്റെ പാദമൊന്നു നീ നയിക്കിലെത്രയും, എൻ്റെ മാർഗദീപമേ എനിക്കു തൃപ്തിയായി. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഞാൻ കടന്നു പോന്ന കാലമോർക്കുമെങ്കിലോ, ഞാൻ മതി എനിക്കു തന്നെ എന്ന ചിന്തയാ. എൻ്റെ മാർഗം എൻ്റെ ഇഷ്ടമെന്ന പോലെയായി, നിന്റെ രക്ഷണീയ പാത തേടിടാതെ ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ശോഭയേറും ഒരു നാടുണ്ടതു, കാണാമേ ദൂരെ വിശ്വാസത്താൽ. താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. നാമാശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഭേദം രോദനമങ്ങില്ലല്ലോ, നിത്യസൗഭാഗ്യമാത്മാക്കൾക്ക്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ശോഭയേറും ഒരു നാടുണ്ടതു, കാണാമേ ദൂരെ വിശ്വാസത്താൽ. താതൻ വാസം നമുക്കൊരുക്കി
നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. സ്നേഹമാം സ്വർഗതാതനോടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ശോഭയേറും മൂർനാടുണ്ടതു കാണാമേ ദൂരെ വിശ്വാസത്താൽ. താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും. കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥാപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രവേശുരാ, എന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ നിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റെതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവതമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിൽ ഒരാനന്ദിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവനാം നിൻ സുതനെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവാപുത്രൻ മൃതായേ മൃതനാമിൻ
ജീവന്റെയും മരണത്തിന്റെയും നാഥാപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീ ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥാപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു. പുരുമോഹനമപുലരിയിൽ നാഥ പൊങ്കതിരളിയും സുഹൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ മക്കളിൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ നിന്റെ വാഗ്ദാനത്തിലാകുന്നു. ഉയർത്തിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ ഭക്തരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർത്തിക്കുന്നവരെ നിന്റെ തിരുനാമത്തിലെ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന്നെ ഉയർത്തിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ മകനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അറിഞ്ഞും അറിയാതെയും നിന്റെ മകൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയവർഗത്തേക്ക് ഇവനെ പ്രവേശിപ്പിക്കുമാറാകണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയപ്പെട്ട പോപ്പിന്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന മാതാപിതാക്കൾ, ഫിലിപ്പിനേട്ടായി ചേച്ചി, പ്രിയ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ കർത്താവിന്റെ മരണത്തിന്റെ ഓർമ്മയിലൂടെ കടന്നു പോകുന്നത് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോപ്പി ആശുപത്രിയിലായിരുന്നു. മരണത്തിനും ജീവനും വഴിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ആ നിമിഷങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പോപ്പയും കർത്താവിനോട് കൂടെ മരിച്ച് കർത്താവിനോട് കൂടെ ഉയർപ്പിക്കപ്പെടുവാനായി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ആ പ്രത്യാശയോടുകൂടി പോപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 18 വർഷത്തെ ജീവിതം കൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് സാധിച്ച പോപ്പി ഇനിയുള്ള ജീവിതം ദൈവത്തോടുകൂടെ സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അവന്റെ ജീവിതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാപ്പാക്കിക്കൊണ്ട് ദൈവരാജ്യത്തിൽ അവനൊരിടം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സംസ്കാര ശുശ്രൂഷയിൽ ഏറ്റവും ഭക്തിപൂർവ്വവും പ്രാർത്ഥനാപൂർവ്വവും പങ്കെടുക്കാം. ഞങ്ങളുടെ പാപങ്ങൾ
പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിൽ ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഉന്നയിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നതിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മകനീയമായ തൃത്വത്തിന്റെ ഗൗരവമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവനം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ ജനമാവിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമരങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനാണ് ക്ഷേമം കിട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണയാൽ ഞങ്ങളെ ശിക്ഷിക്കുകയും നീതിയാൽ മനവിധേയരാക്കുകയും ദയാരിക്കത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ധ്രുവനാം മിശിഹ കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവ് ഇവരും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമഖിലം അടയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. ലോകം രക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യന അന്റെ മരവസമുയർപ്പേകും. നീതിനാൽ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. ഭക്തിന പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. ഭക്തിദേവം സകലേശം നീ
അമ്പരവീരിലഖിലേശൻ മിശിഹാരാജനിടന്നള്ളും പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും ആനന്ദത്തിൻ മണിയറയിൽ സ്ഥിരമായി വാണിടും അവരെല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാരം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമേ മഹിമയോടന്തിനാലിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരത്തു വലമ്പാകെ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗമനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാകർഷത്വത്തോടും ദൈവത്തിന്റെ കാക്കളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളുവരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകിയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തുന്നവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. പ്രിയങ്കരനായ പോപ്പിയുടെ ആകസ്മികമായ നിര്യാണത്തിൽ ദുഃഖാർത്തനായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, കേരള ജലവിഭവ മന്ത്രി പി ജെ ജോസഫ്, ശ്രീ റോഷി അഗസ്റ്റിൻ MLA, ശ്രീ ഫ്രാൻസിസ് ജോർജ് XMB, മറ്റ് രാഷ്ട്രീയ സാമൂഹിക ആത്മീയ രംഗങ്ങളിലെ പ്രമുഖരെ, പ്രിയ നാട്ടുകാരെ, പോപ്പിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നരനായുലകിൽ വന്നു പിറന്നാൽ മൃതിദാനന്ത്യം പരിപാവനമാം ഈശ്വര വിധിയാണ് ഒഴിവിലാക്കും. മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് തന്നെ അവനെ സൃഷ്ടിക്കുന്നതിൻ്റെ തന്നെ ഉദ്ദേശം സഭാപ്രബോധനങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവകൽപ്പനകൾ പാലിച്ച് നിത്യജീവൻ സ്വന്തമാക്കുക, ഈ ലക്ഷ്യത്തോടുകൂടെയാണ്. അതിനോരോരുത്തർക്കും ദൈവം ഏറ്റവും കരുണീയമായ സമയം ക്രമീകരിച്ചു തരും എന്നത് ദൈവത്തിന്റെ കരുണയുടെ ഭാഗമാണ്. തീർച്ചയായും പോപ്പിയുടെ വേർപാട് ഈ കുടുംബത്തിന് താങ്ങാൻ അല്പം ബുദ്ധിമുട്ടുള്ള വേദനയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. സർവശക്തനായ ദൈവം ഈ വേദന താങ്ങാൻ ഈ കുടുംബാംഗങ്ങൾക്ക് ശക്തി പകരട്ടെ എന്ന് നമുക്കെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സഹോദരങ്ങൾക്ക് ശേഷം ഒരിടവേളയ്ക്ക് ശേഷമാണ് പോപ്പി ജനിച്ചത് എന്നുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും വാത്സല്യങ്ങളും സ്നേഹവും ഏറ്റവും അനുഭവിക്കുവാനും ഇളയ മകൻ എന്ന നിലയിൽ ഈ സ്നേഹവാത്സല്യങ്ങൾക്ക് പകരമായി വലിയ സൗഹൃദവും വലിയ വാത്സല്യവും തിരിച്ചു നൽകുവാനും പോപ്പിക്ക് സാധിച്ചു.
ഈ കഴിഞ്ഞ 18 വർഷക്കാലത്തെ മധുരിക്കുന്ന ഓർമ്മകൾ അയവിറക്കി അതിനെ പ്രതി ദൈവത്തിനുമുമ്പിൽ സന്തോഷിക്കുവാനും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇനിയുള്ള കാലം ഈ കുടുംബാംഗങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മുടെ പ്രവൃത്തികൾ തൂക്കി അളക്കുന്ന നേരം നന്മകളും തിന്മകളും ഓരോ തട്ടിൽ വയ്ക്കുമ്പോൾ നന്മയുടെ തട്ട് താന്നു നിന്നാൽ തിന്മയുടെ തട്ട് തന്നെ പൊങ്ങി മാറിപ്പോളൂ. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ കടന്നു വരുന്നതും ഈ ഒരു കാരണത്താലാണ്. ദൈവം എല്ലാവരിലെയും നന്മ കാണുന്നു. നല്ല കള്ളൻ അവസാനത്തിൽ പിതാവേ അങ്ങയുടെ രാജ്യത്തിൽ എന്നെ കൂടി ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥന വഴിയായി സ്വർഗരാജ്യം സ്വന്തമാക്കിയതുപോലെ അവസാന കാലഘട്ടങ്ങളിൽ ഒരു നിയോഗം എന്നോണം കഴിഞ്ഞ ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള 4 ദിവസത്തെ പരിചയം മാത്രമേ എനിക്ക് പോപ്പിയുമായിട്ടുള്ളൂ. പോപ്പിയെ പരിചയപ്പെടുന്നത് തന്നെ ചുങ്കം ഇടവകയിൽ നിന്ന് തുവാനീസ പ്രാർത്ഥനാലയത്തിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്കുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് നൽകപ്പെട്ട ലിസ്റ്റിൽ പോപ്പിയുടെ പേരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അവിടെ നിന്ന് നൽകപ്പെട്ട ലിസ്റ്റിൽ പേരില്ല. അപ്പോൾ പറഞ്ഞു, പുറകെ ഒരാൾ കൂടെ വരുന്നുണ്ട്, വേറൊരു കത്ത് സെപ്പറേറ്റ് വരുന്നുണ്ടെന്ന്. ആ കത്ത് കിട്ടിയപ്പോഴാണ് അതിൽ ഇവിടുത്തെ സൺഡേ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ഇപ്രകാരം കുറിച്ചു വെച്ചിട്ടുണ്ട്, ഇവര് ഇവിടെ +2 പഠിച്ചവരല്ല, എങ്കിലും ഈ കോഴ്സിൽ പങ്കെടുക്കണമെന്ന് 2 പേര് പ്രത്യേകം താല്പര്യം പ്രകടിപ്പിച്ചതുകൊണ്ട് ഇവരെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് അതിൽ എഴുതിയിരുന്നത്. പ്രത്യേകം താല്പര്യത്തോടുകൂടി ആ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പോപ്പി വന്നു എന്നത് നല്ല കള്ളനെ പോലെ മാനസാന്തരത്തിന്റെ അനുഭവം അവന് പകർന്നു കൊടുക്കാൻ ഇടവന്നു. എല്ലാവർക്കും ടോസിട്ട് സീറ്റ് നിശ്ചയിച്ചപ്പോ ഏറ്റവും മുമ്പിൽ ഞാൻ ക്ലാസ് എടുക്കുന്നതിന്റെ തൊട്ടടുത്താണ് അവന് സീറ്റ് കിട്ടിയത്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഞാൻ ഓരോ കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പോപ്പിയുമായിട്ട് 3-4 ദിവസം കൊണ്ട് ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ആദ്യമായിട്ടാണ് ഈ സൈഡ് സീറ്റിലൊക്കെ ഇരിക്കുന്നത്, നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ആ ഒരു ഫ്രീഡം ഒന്നുമില്ല, സീറ്റൊക്കെ ഒന്ന് മാറ്റിത്തരാവോ? ഞാൻ ഏതായാലും അവനോട് പറഞ്ഞു, നീ നന്നായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ഞാൻ മാറ്റിത്തരാം. അന്ന് തന്നെ വൈകുന്നേരം അവന് സീറ്റ് മാറ്റിക്കൊടുത്തു. വീണ്ടും അവന് ഇച്ഛിക്കുന്നതിനനുസരിച്ച് ഓരോ ദിവസവും ഞങ്ങൾ സൗഹൃദത്തിലേക്ക് ആവുകയായിരുന്നു. 2-ാം ദിവസം കുമ്പസാരത്തിന്റെ സമയത്തും കൗൺസിലിംഗിന്റെ സമയത്തും അവൻ എന്റെ അടുക്കൽ തന്നെയാണ് വന്നത്. ഞാൻ അച്ഛന്റെ അടുക്കലാണ് കുമ്പസാരത്തിനും കൗൺസിലിംഗിനും വരുന്നത് എന്ന് പറഞ്ഞ് എന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ ഏറെ നേരം വീട്ടിലെ കാര്യങ്ങളും മനുഷ്യന്മാരുടെ ജീവിതാനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ച് വളരെ സന്തോഷത്തോടുകൂടി ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയത് ഞാൻ ഓർക്കുകയാണ്. അവസാനം ജീസസ് യൂത്തിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള ഒരാഹ്വാനം ജീസസ് യൂത്തുകാരൻ നൽകിയപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊരു മാനസാന്തര അനുഭവമൊക്കെ ആയി കഴിയുമ്പോൾ വന്നോളാം, നിങ്ങളുടെ കൂടത്തിൽ കൂടാൻ എനിക്കും ആഗ്രഹമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വാക്കുകളാണ് അവസാനമായി കേൾക്കാനിടയായത്. പിന്നീടാണ് പോപ്പി ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലാണെന്ന് അവന്റെ കൂട്ടുകാരിൽ നിന്ന് വിവരമറിയാനിടവന്നു. അന്ന് മുതൽ ഇന്ന് വരെ തുവാനീസ പ്രാർത്ഥനാലയത്തിലെ ജീസസ് യൂത്ത് അംഗങ്ങളൊക്കെയും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ ദൈവനിയോഗം മറ്റൊന്നായിരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് സ്വർഗരാജ്യം പോപ്പി സ്വന്തമാക്കണമെങ്കിൽ അതിനേറ്റവും അനുയോജ്യമായ സമയം ഇതാണ് എന്ന് ദൈവം തീരുമാനിച്ചുവെന്നാണ് ഞാൻ വിശ്വസിക്കുക. കാരണം അവൻ അവസാന ദിവസം ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തെ കൂടുതൽ അറിയുവാനും വ്യക്തിപരമായി അനുഭവിക്കുവാനും ഈ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് സാധിച്ചു. അത് മാത്രം മതി അവന്റെ ഇനിയുള്ള ജീവിതം ആനന്ദകരമാകുവാൻ. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ ജീവിതം നീണ്ടുപോയിരുന്നെങ്കിൽ ഈ അറിഞ്ഞ ദൈവത്തെ വീണ്ടും വേദനിപ്പിക്കാൻ ഇടവരുമായിരുന്നു എന്നുള്ള ദൈവികമായൊരു പദ്ധതിയാവാം അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നുവെന്ന് റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം ഓർമ്മപ്പെടുത്തുമ്പോഴും എന്റെ വഴികൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ ചിന്തകൾ എന്റേതുപോലെയുമല്ല, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രയെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 9-10 വചനങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോഴും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് നൽകാനുള്ളതും ഈ വചനങ്ങൾ തന്നെയാണ്. ദൈവത്തിന്റെ വഴികളും ചിന്തകളും പ്രിയപ്പെട്ടവരെ
നമ്മുടേതിനേക്കാൾ ഉന്നതമാണ്. നമുക്കത് മനസ്സിലാവില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും അവിടുന്ന് നന്മയ്ക്കായിട്ട് മാറ്റും. ഈ മരണവും ഒരു നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. ഈ കുടുംബത്തിന് ഒരു നന്മയായിട്ട് മാറ്റും. ഈ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി സ്വർഗത്തിൽ ഒരു സാന്നിധ്യം ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ബോധ്യത്തോടുകൂടി ക്രൈസ്തവ വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ പീഡാനുഭവ വാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ദുഃഖവെള്ളി കൊണ്ട് തീരുന്നതല്ലല്ലോ ജീവിതം. ദുഃഖശനിക്കും അപ്പുറം ഉത്ഥാനത്തിന്റെ ഒരു മഹത്വമുണ്ട്. ആ മഹത്വത്തെ ലക്ഷ്യമാക്കിയാണ് നാം ഒക്കെ ജീവിക്കുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മളും ഉയർത്തെഴുന്നേൽക്കും. പോപ്പിയും ഉയർത്തെഴുന്നേൽക്കും. നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ആ ഉത്ഥാനത്തിന്റെ സന്തോഷം അനുഭവിക്കുവാനായിട്ട് നമ്മളും ഉണ്ടാകണം, പോപ്പിയും ഉണ്ടാകണം കർത്താവിനോടൊപ്പം. തീർച്ചയായിട്ടും ഈ വർഷത്തെ ഈസ്റ്റർ ദിനത്തിൽ കർത്താവിന്റെ ഉത്ഥാന തിരുനാളിൽ സ്വർഗത്തിൽ ഉത്ഥാന തിരുനാൾ ആചരിക്കാൻ ഈ കുടുംബത്തിൽ നിന്ന് പോപ്പിയുണ്ട് എന്നത് തന്നെ ഈ കുടുംബത്തിനൊരു ബലമായി മാറട്ടെ, ഒരു ശക്തിയായി മാറട്ടെ. തീർച്ചയായും അവന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകളുണ്ടായിരുന്നു. ആ നന്മകളൊക്കെയും ദൈവം പരിഗണിക്കും, ഉറപ്പാണ്. കാരണം ദൈവം തിന്മയിലേക്ക് നോക്കുന്നവനല്ല. ചുങ്കക്കാരനായ സക്കേവൂസിന്റെ നന്മ കണ്ടവൻ, പാപിനിയായ സ്ത്രീയുടെ മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള സന്നദ്ധത വിലയായിട്ടെടുത്തവൻ, സമരിയാക്കാരി സ്ത്രീയുടെ സുവിശേഷ ദൗത്യത്തെ വിലമതിച്ചവൻ, നല്ല കള്ളന്റെ മാനസാന്തരത്തിന് സ്വർഗരാജ്യം പകരം കൊടുത്തവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് തന്നെ പോപ്പിക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്. അവന് ഈ കുടുംബത്തിന് ആരായിരുന്നെന്ന്, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അവൻ ആരായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ആ നന്മകൾ മാത്രം മതി കൊച്ചു കൊച്ചു പോരായ്മകളൊക്കെ പരിഹരിക്കപ്പെടാൻ. ഒപ്പം ഈ മരണം ഒരു താക്കീതാണ്. ഇവൻ അന്ധനായി ജനിച്ചത് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. മനുഷ്യപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ്. ദൈവം മഹത്വം പ്രാപിക്കേണ്ടതിനാണ്. ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് പോപ്പിയുടെ മരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഒരുപക്ഷെ ഈ കുടുംബത്തിനുള്ള നഷ്ടമാണെങ്കിൽ പോലും ഈ അനേകർക്ക് മാനസാന്തരത്തിന് കാരണമാകുമ്പോൾ, യേശുവിന്റെ മരണം ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് കാരണമായതുപോലെ, സ്തേഫാനോസിന്റെ മരണം പൗലോസിന്റെ മാനസാന്തരത്തിന് കാരണമായതുപോലെ, പോപ്പിയുടെ മരണം ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കൊക്കെയും ഒരു മാനസാന്തരത്തിന് കാരണമാകണമെന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. കാരണം ഈ കാലഘട്ടത്തിൽ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവനാണ് അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത് എന്ന സത്യം തിരിച്ചറിയണം. പത്രോസിനോട് കർത്താവ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവനത് ഇത്ര കാര്യമായിട്ടെടുത്തില്ല. അതുകൊണ്ട് അവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അവസാനം മനം നൊന്ത് കരയേണ്ട വന്നു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പോപ്പിയുടെ കൂട്ടുകാരായിട്ട് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങളോടെല്ലാവരോടും പോപ്പിയുടെ പേരിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. പോപ്പി തനിയേ ഉള്ളൂ, നിങ്ങൾ ആരുമില്ല കൂടെ. ഒരുപക്ഷെ വണ്ടിയെടുത്ത് കറങ്ങാൻ പോകാൻ കൂട്ടുകാരും ഉല്ലസിക്കാൻ എല്ലാവരും ഉണ്ടാകും കൂട്ടത്തിൽ. പക്ഷേ അവസാന ഈ യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും തനിച്ചേ ഉണ്ടാവൂ. നിങ്ങളുടെ അപ്പനും അമ്മയും നൽകുന്ന മുന്നറിയിപ്പുകൾ, ആത്മീയ പിതാക്കന്മാര് നൽകുന്ന മുന്നറിയിപ്പുകൾ, മുതിർന്നവർ നൽകുന്ന മുന്നറിയിപ്പുകൾ ഇനിയെങ്കിലും സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഇതൊരു പാഠമായി മാറട്ടെ. അതുകൊണ്ട് വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ പ്രായത്തിന്റെ പ്രത്യേകത അനുസരിച്ചുള്ള ഓരോ വിധത്തിലുള്ള സ്വഭാവ രീതികൾ അതല്ല ശരിയെന്ന് മുതിർന്നവർ പറഞ്ഞു തരുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായാൽ ഒരു കുടുംബത്തിനും ഇതുപോലുള്ള ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. ഈ കുടുംബത്തെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന യുവജനങ്ങൾക്ക് ഒരു പ്രകാശമായി മാറാൻ, അവരെ തിന്മയുടെ വഴിയിൽ നിന്ന് നന്മയിലേക്ക് പിന്തിരിപ്പിക്കുന്ന ഒരു ചൂണ്ടു പലകയായി മാറാൻ പോപ്പി എന്ന പൊന്നോമന മകനെ ദൈവം തിരഞ്ഞെടുത്തു എന്നതാണ് സത്യം. ഈ ദൈവിക തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം ഇവിടെയുള്ള പോപ്പിയുടെ കൂട്ടുകാരായ ചെറുപ്പക്കാരുടെ ജീവിത നവീകരണത്തിലൂടെ, ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിലൂടെ സാധ്യമാകുമ്പോൾ ദൈവം സന്തോഷിക്കും. ഈ മരണം നന്മയ്ക്കായിട്ട് മാറും. അതുകൊണ്ട് കുടുംബാംഗങ്ങൾ ആരും ദുഃഖിക്കേണ്ട. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മകൻ ഈ നാടിനെ, ഇവിടെയുള്ള ചെറുപ്പക്കാരെ വിശുദ്ധീകരിക്കാനായി ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു വിശുദ്ധ പാത്രം.
പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടും ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും എന്താവത്തോട് വെട്ടോടുകൊണ്ടുവന്ന കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിൽ മകർക്കാൻ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ നിന്റെ കൽപ്പനയിൽ ഈ ലോകപ്പെട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനത്തിന്റെ ധർമ്മത്തെ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ പുതിയ ദിവസത്തിന്റെ മഹത്വത്തിന്റെ പ്രവയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെതിരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർത്തിന്റെ മിശിഹായെ കരയുന്നവരുടെ കണ്ണീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കാൻ നിന്റെ യാചിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിനെ ആകാശരമോസുദ്രങ്കനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവാത്മാവിന്റെ പ്രത്യാശനിയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുമൊരു നാൾ ഓർക്കുകമർത്യാനി കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുലമാനസന എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിഞ്ഞ് ഇളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പോ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ പടി എന്നെ അണയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വൃത്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വാഴ്ത്തി സ്തുതിക്കാം. അവിടുത്തെ അഗാധമായ സ്നേഹത്തെ ഓർത്ത് പാടിപ്പുകഴ്ത്താം. ആമേൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേ
നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും പുണർന്നുപോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന ജീവൻ ശരണവും ഇവരെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ.